പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-26. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിന്റെ രോഗം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, നിന്റെ ദേശത്ത് വന്ധ്യതയോ ഗർഭഛിദ്രമോ ഉണ്ടാവുകയില്ല. അടുത്തതെന്താ? 4-ാമത്തെ വാക്ക്, വാഗ്ദാനം. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ആഹാ, നിനക്ക് ഞാൻ ദീർഘായുസ്, ലോങ് ഇയേഴ്സ്. കലക്കി, ദീർഘായുസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? സത്യം പറ, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? ചേച്ചി, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? ഇപ്പം തന്നെ ഒരു പരുവക്കേടിലായിരിക്കണത്. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ആഗ്രഹം? 100. 100 അല്ല ആഗ്രഹം 100. ഇപ്പോൾ എത്രയായി വയസ്സ്? പറയണ്ട. ചിലരിപ്പോഴാണ്, ദൈവമേ അത് ശരിയാണല്ലോ, ഇത്രയും പ്രായമായല്ലേ, ഇത്രയും പ്രായമായി അല്ലേ, ഡൈയൊക്കെ അടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ, ഇത്രയും പ്രായമായി. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്? ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ചേട്ടാ 100 വയസ്സ് വരെ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും? 100. കലക്കി. കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാനാണ് ഓരോരുത്തർക്ക് ആഗ്രഹം? മരിക്കാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലുമൊക്കെ? അച്ഛാ എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവർ കൈവക്കിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആണോ? ഇത് 4-5 പേരുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നത്, എന്നും പറഞ്ഞാൽ പോകുന്ന ദൈവമേ, തിരിച്ചു ചെല്ലുമെന്ന് ഒരു ഉറപ്പും ഇല്ലല്ലേ. കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞാൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദീർഘായുസ് എന്ന് പറയുമ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതോ 200 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതോ 80, 100, 70, 60, 50 അതല്ല, മറിച്ച് നീ എത്ര വർഷം ജീവിച്ചിരിക്കുന്നോ അത്രയും വർഷം ആക്റ്റീവായിട്ടിരിക്കും. അതാണ് ദീർഘായുസ്. പ്രൈസ് ദി ലോർഡ്. പുരിഞ്ചാച്ച എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്നാ? എത്ര വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നു അത്രയും വർഷം. ചിലപ്പോൾ നീ 20 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ, ആ 20 വർഷം ആക്റ്റീവായിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അല്ലേ. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരിയ്ക്കുന്ന പോലെയാണ്. അയ്യോ, ഞാൻ പറഞ്ഞില്ല, ചേച്ചിയാണ് പറഞ്ഞത്, ഡെഡ് ബോഡി എന്ന്. ശവം അങ്ങനെ പറയല്ല ചേച്ചി അല്ലേ. തൊട്ടടുത്തിരിക്കുന്ന ആത്മാവിൻ്റെ ആ ഇരിപ്പ് കണ്ട അങ്ങനെ തോന്നുവോ? അതായത് ചിലരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതെന്നതാ ദൈവം ഇങ്ങനെ അല്ലേ. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ മതി അല്ലേ, ഡെഡ് ബോഡി പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ജീവനുണ്ടോ എന്ന് കുത്തി നോക്കണം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നീ ആക്റ്റീവായിട്ടിരിക്കണമെന്ന്. നീ ആക്റ്റീവായിട്ടിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ ആക്റ്റീവായിട്ടിരിക്കണം. തന്നെത്താനല്ല, അടുത്തിരിക്കുന്ന ആളോട് പറ. തന്നെത്താൻ പറയുക ഞാൻ ആക്റ്റീവ്, അത് അടുത്തിരിക്കുന്ന ആളോട് പറ. അതിനാരും ഇല്ലല്ലോ പറയാനായിട്ട്. പറഞ്ഞുവിട്, ആക്റ്റീവായിട്ടിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. കുറേ പേര് ഇവിടെ ക്ഷീണിച്ച് വിഷമിച്ച് ഭാരപ്പെട്ടല്ലേ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തി എന്ത് വിളിക്കും? മരിച്ചു കഴിയുന്ന സമയം വരെ അല്ലേ. ഇപ്പൊ ചേച്ചിയുടെ പേര് സിന്ധു ചേച്ചി മരിച്ചു. അയ്യോ വേണ്ട, മരിച്ചു. മരിച്ചാൽ ഉടനെ ചേച്ചിയുടെ പേരെന്തായി? ശവം. ശവം, ഡെഡ് ബോഡി അല്ലേ. ഇത്രയും നേരം ആരായിരുന്നു? സിന്ധു ആയിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആരായി? ശവമായി. അപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ചലനം അല്ലേ. ചലനമില്ലെങ്കിൽ ആരായി? ശവമായി. അതായത് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുക, ആക്റ്റീവായിട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിച്ച വിശുദ്ധരൊക്കെ എത്ര വർഷം ജീവിച്ചു? വിശുദ്ധരൊക്കെ എത്ര വർഷം ജീവിച്ചു? ഒരു 10, 100, 150, 200, 250 വർഷം ജീവിച്ചോ? പിന്നെ എത്ര വർഷം ജീവിച്ചു? ഏകദേശം എത്ര വർഷം ജീവിച്ചു? മരിയ ഗൊരോത്തി
വിശുദ്ധ മരിയ ഗുരോത്തി എത്ര വയസ്സ് വരെ ജീവിച്ചു? 11 വയസ്സ് വരെ ജീവിച്ചുള്ളൂ മരിയ ഗുരോത്തി. അൽഫോൻസാമ എത്ര വയസ്സ് വരെ ജീവിച്ചു? പറ. 36. ഡൊമിനിക് സാവിയോ, വിശുദ്ധ ഡൊമിനിക് സാവിയോ എത്ര വയസ്സ് വരെ ജീവിച്ചു? 14 വയസ്സ് വരെ ജീവിച്ചുള്ളൂ അല്ലേ? അലേഷ്യസ് ഗോൺസാഗ വിശുദ്ധനാണ്. എത്ര വയസ്സ് വരെ? 23 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 23 വയസ്സ്. കൊച്ചുത്രേസ്യ പുണ്യവതി എത്ര വയസ്സ് വരെ? കേട്ടില്ല. 24. ഫൗസ്റ്റീനാമ നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീന കരുണയുടെ ഫൗസ്റ്റീനാമ എത്ര വയസ്സ് വരെ ജീവിച്ചു? 33 വയസ്സ് വരെ ജീവിച്ചു കേട്ടോ. 33 വയസ്സ്. ജോൺ ബെർക്കുമാനസ് വിശുദ്ധനാണ്. എത്ര വയസ്സ് വരെ? 22 വയസ്സ് വരെ. മാക്സിമിലിയൻ ഗോൾബ് എത്ര വയസ്സ് വരെ ജീവിച്ചു? ചുമ്മാ അങ്ങോട്ട് പറഞ്ഞേക്കുവാണോ? 47 അല്ലേ? ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസ് 44 വയസ്സ് വരെ ജീവിച്ചു അല്ലേ? 44 വയസ്സ് വരെ. സെയിൻറ്റ് ആന്റണി എത്ര വയസ്സ് വരെ ജീവിച്ചു? 35. എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ഇവരൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ദൈവമേ അയ്യോ എനിക്ക് അതിൻ്റെ 3 ഇരട്ടിയായി അല്ലേ? അല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നതാണല്ലോ, ദൈവമേ അൽഫോൻസാമ 36, ഞാനിപ്പോൾ 75, എന്നിട്ടും വിശുദ്ധയായില്ലല്ലോ അല്ലേ? വിശുദ്ധനായില്ലല്ലോ. പ്രായമല്ല പ്രശ്നം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ പ്രായമല്ല പ്രശ്നം. ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, പ്രായം കൂടുമ്പോഴത്തേക്ക് അത് മറച്ചു വയ്ക്കാം. പ്രായത്തിലല്ല കാര്യം, മനസ്സിലാണ് കാര്യം. മനസ്സിലാണ് ചെറുപ്പം വേണ്ടെന്നൊക്കെ പറയും. അത് തട്ടിപ്പാ. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. സങ്കീർത്തനം പറയുന്നു 90-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 90, 90-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. ഒന്നുകൊടുത്തെ 12, 90:12. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന വല്ലവരും ഉണ്ടോ? കൈവക്കാവോ? കുറെ ഒന്ന് എഴുന്നേറ്റ് ദൈവമേ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇത് സങ്കീർത്തനം 90 അല്ലെ? 3 പേരുണ്ട് അല്ലേ? പുറകെ വല്ലവരും ഉണ്ടോ? സങ്കീർത്തനം 90:12 കേട്ടോ ചേച്ചി. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കേട്ടോ. ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ. ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനങ്ങൾ ഉള്ളവരൊന്നും എഴുന്നേറ്റ്. ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യം കിട്ടിയ മാസമാണല്ലോ. ഓഗസ്റ്റ് മാസം ജന്മദിനക്കാരൊന്ന് എഴുന്നേറ്റ്. ഓഗസ്റ്റ് മാസം ജന്മദിനക്കാർ കുറേ പേരുണ്ട്. വചനം കേട്ടോ. സങ്കീർത്തനം 90 അതിൻ്റെ 12-ാം തിരുവചനം പറയുന്നു, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ഹല്ലേലൂയാ. ഇരിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നിൽക്കുന്നവർ 2 കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. നിൽക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ മനസ്സിലോർത്തോ. കർത്താവ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവെ, എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണല്ലോ കർത്താവെ പ്രധാനം. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാളുകൾ ജന്മദിനം ആഘോഷിക്കുന്ന, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ കൃപ ഇവർക്ക് സമ്മാനിക്കണമേ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആക്റ്റീവായിട്ട് ജീവിക്കാൻ, ശക്തിയോടുകൂടെ കൃപയോടുകൂടെ ജീവിക്കാൻ കർത്താവ് ഇവരെ ശക്തിപ്പെടുത്തണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്നായിട്ടൊന്ന് കൈയടിച്ച് അവരെ ഒന്ന് അഭിനന്ദിച്ച്, നിന്നവരെ നെറ്റിയിലൊരു കുരിശടയാളം വരച്ചോ. ഓൺലൈനൊക്കെ പങ്കെടുത്ത ഈ മാസത്തെ ജന്മദിനക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. എന്നിട്ട് എല്ലാവരും കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. ഇരുന്നോ. ബിരിയാണിയും കൊണ്ടുവരണേ.
സങ്കീർത്തനം 139 വചനം 16. സങ്കീർത്തനം 139 വചനം 16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കണ്ടോ? ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ. ജന്മദിനം മാത്രമല്ല, ജീവിതത്തിൻ്റെ വർഷങ്ങളെക്കുറിച്ചാണ്. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. ഈ ഭൂമിയിൽ ഇത്ര വർഷകാലം ജീവിച്ചിരിക്കുക എന്നുള്ള ദൈവ പദ്ധതിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ജനനവും മരണവും ദൈവമാണ് തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത് അല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയം. നമുക്ക് ഈ ഭൂമിയിൽ ഇത്ര വർഷം, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഇപ്പം ആ ചേട്ടൻ പറഞ്ഞ പോലെ 100 വയസ്സ് വരെ ആഗ്രഹമുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വർഷങ്ങളുണ്ട്. വിശുദ്ധരൊക്കെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന കാര്യം, ഇത്രയും വർഷം നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നീ ആക്റ്റീവായിട്ട് ജീവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അതാണ് ആരാധനയുടെ ജീവിതം. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ സങ്കീർത്തനം 139 വചനം 16 വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞേ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും. ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കും. നിന്നിലൂടെ അഭിഷേകം ഒഴുകപ്പെടും. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റോ. ഈ പറഞ്ഞ അഭിഷേകം 4 പ്രധാനപ്പെട്ട അടിസ്ഥാന ജീവിതത്തിൻ്റെ അടിസ്ഥാന മേഖലകളെക്കുറിച്ചാണ് വചനം പഠിപ്പിച്ചത്. വേറെ ഒന്നും പഠിച്ചിട്ടില്ല ഈ കാര്യം കേട്ടോ. ഏതാ പഠിച്ച വചനം എന്ന് പറഞ്ഞേ? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിങ്ങളുടെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, നിങ്ങളുടെ ദേശത്ത് എന്ത് സംഭവിക്കും? ഗർഭഛിദ്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല, ദീർഘായുസ് നിനക്ക് നൽകി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും സംഭവിക്കട്ടെ. ഉയർത്തിയ കരങ്ങൾ ശിരസിലോട്ട് കമഴ്ത്തി വെച്ചോ. കർത്താവെ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കൂ. ഇതായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നീ എവിടെയാണെങ്കിലും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവത്തെ ആരാധിക്കാൻ എടുക്കുന്ന ഓരോ നിമിഷവും അത് അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ സമയമാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇക്കാലം അത്രയും നീ എങ്ങനെയായിരുന്നുവെന്നുള്ളതല്ല, ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഇത്രയും നാളും നീ എങ്ങനെ ജീവിച്ചു, എങ്ങനെ ചിന്തിച്ചു, നിനക്കെന്ത് അബദ്ധം പറ്റി? തമ്പുരാൻ കർത്താവ് നിന്നെ ചോദ്യം ചെയ്യുന്നില്ല, നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനി മുതൽ ദൈവത്തെ ആരാധിക്കാൻ, സകലത്തിൻ്റെ അധിപനായ ദൈവത്തെ വണങ്ങാനുള്ള തീരുമാനം, ഇത് ശക്തമായൊരു തീരുമാനമാണ്. കർത്താവേ, ആരാധിക്കുന്ന എൻ്റെ മേൽ അത്ഭുതകരമായ കൃപകൾ സംഭവിക്കപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവ് വെളിപ്പെടുത്തട്ടെ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളുടെ ചെല്ലവരൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ ദൈവശക്തികൾ വെളിപ്പെടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. രോഗപീഠകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു വലിയ ദൈവശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എവിടെയാണെങ്കിലും കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം എന്നിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് അത് ഏറ്റെടുക്കുക. ഉച്ചത്തിൽ കരങ്ങൾ കൂപ്പി പറഞ്ഞേ ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പറഞ്ഞേ ആമേൻ. അല്പം കൂടെ ചൊല്ലി പറഞ്ഞേ ആമേൻ. മുട്ടുകുത്താം. ആരാധനയുടെ സമയമാണ്.
നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഈ തുടർന്നുള്ള നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന രീതിയിൽ കർത്താവിൻ്റെ കൃപ വെളിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണേ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് മുട്ടുകുത്തി കരങ്ങളൊക്കെ കൂപ്പി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ ലോകമോഹങ്ങളെ ഈ ലോകവിജ്ഞാനത്തെ സമ്പത്തിനെ എല്ലാത്തിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചു. എൻ്റെ പ്രിയരെ, ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത സാന്നിധ്യം നമ്മുടെ ജീവിത അവസ്ഥകളെ മാറ്റിമറിക്കുന്ന സമയമാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ മേൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. ഈശോയെ, ഈ ആരാധന സമയം എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ആലോചനകളെയും കർത്താവെ വിശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മേഖല പ്രത്യേകം സമർപ്പിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. നിന്റെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവകാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് നീ അമിതമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ വ്യക്തികളോടുള്ള അടുപ്പം നിന്റെ ഉള്ളിൽ അവരെക്കുറിച്ച് ചിന്തയായി, അവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ച്, അവരുടെ അതിനുവേണ്ടി എനർജി മാറ്റിവെച്ച്, നിന്റെ പണം മാറ്റിവെച്ച്, നിന്റെ ജീവിതത്തിൽ സത്യദൈവത്തെക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികളെ, ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ, ഏതെങ്കിലും ചില പദവികളായിരിക്കും എപ്പോഴും മനസ്സിൽ അതിങ്ങോട്ട് കയറി പിടിക്കും. എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, എനിക്ക് ഈ പൊസിഷൻ കിട്ടണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പദവി നിന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ടോ? ഒരു പക്ഷേ സമ്പത്തായിരിക്കും, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നീ ഓടുന്നു. അപ്പം നിന്റെ ഉള്ളിൽ സ്വാഭാവികമായും ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം മാറി സമ്പത്ത് നിന്റെ ഉള്ളിൽ ഒരു ദൈവമായിട്ട് മാറും. അതൊരു വിഗ്രഹാരാധനയാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കെന്താണ് തടസ്സമായിട്ടുള്ളിലുള്ളത്? ചിലപ്പോൾ ഇന്നലകളിൽ സംഭവിച്ച കുറേ അനുഭവങ്ങൾ,
എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായല്ലോ, എന്നാലും എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഉണ്ടായുള്ളൂ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നിങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ, നമ്മുടെ ആലോചനകളിൽ ഇന്നലകളിലെ കൈപ്പേറിയ സംഭവങ്ങൾ മാത്രം ഇങ്ങനെ നമ്മളെ ഭാരപ്പെടുത്തും. നീ ചിന്തിക്കുക, സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നിനക്കിത് ഭാരമായിട്ട് മാറിയിട്ടുണ്ടോ? എന്താണ് നിന്റെ അവസ്ഥ? ഒരുപക്ഷെ നമ്മൾ ഉള്ളിൽ പറയും കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ അറിയാം ചില കുഴപ്പങ്ങളുണ്ട്. ഈശോയെ, ഈ പരമദീവികാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ പരമാമാം ദീവികാരുണ്യമേ, എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ഞാനിതാ സമർപ്പിക്കുന്നു. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ശിരസ് തറയിലൊക്കെ ഒന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുട്ടിച്ചു. കർത്താവേ, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.